അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, നമ്മളൊരു കുത്തനെയുള്ളൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അറ്റത്ത് ബസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ജെറ്റ് ബസ് കണ്ടില്ലേ, നമ്മുടെ ജെറ്റ് ബസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജെറ്റ് ബസ് നമ്മളിപ്പോൾ ഈ ഒരു ഇറങ്ങി വന്ന ആ ഒരു കയറ്റത്തിൽ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അത് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് നമ്മൾ 6 ഗിയറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഗിയറിൽ കയറും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജെറ്റ് ബസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്കിന്നൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സ്കിൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മളിതാ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മളിതാ സ്റ്റാർട്ടാക്കുകയാണ്. നമ്മുടെ ബസ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇപ്പോൾ കയറുന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ചെറിയ കയറ്റല്ലേ, അതൊക്കെ ഫസ്റ്റ് ഗിയറിൽ പുല്ലാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്തായാലും കയറിയിരിക്കും. എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, വണ്ടി പനക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ആദ്യം നോക്കാൻ പോകുന്നത്. വണ്ടി ഇതാ നീങ്ങി തുടങ്ങി. വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഇതാ അനങ്ങി നമ്മൾ അങ്ങനെ കാല് കൊടുക്കുന്നില്ല, കൈ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എന്തായാലും കയറുമല്ലോ, അപ്പോൾ അങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ കൊണ്ട് നമ്മൾ കയറാൻ പോകുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഇതാ വിജയകരമായി ഹൈ RPM തന്നെ വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗിയറിൽ നോക്കാം. സെക്കൻഡ് ഗിയറിൽ കയറേണ്ടതാണ്, കാരണം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മൾ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടിട്ടാണല്ലോ വണ്ടി എടുക്കുക. അപ്പോൾ എന്തായാലും കയറേണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് കയറി നോക്കാം. സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഗിയറിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് ഫസ്റ്റിനെക്കാട്ടിലും. നമ്മൾ കയറുമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി സ്ലോ ആയി തുടങ്ങുകയാണ്. നല്ല സിമ്പിളായിട്ട് കയറി കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടി സിമ്പിളായിട്ട് കയറി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഗിയറാണ്. അപ്പോൾ തേർഡ് ഗിയറിൽ ചിലപ്പോൾ കയറുമെന്നുള്ള ഒരു സംശയമായിരിക്കും, കാരണം സെക്കൻഡിൽ തന്നെ കുറച്ച് പതുങ്ങിയിട്ടാണ് കയറിയത്. അപ്പോൾ തേർഡ് ഗിയറിൽ വരുന്ന സംശയമായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ഗിയറാണ്. അപ്പോൾ എന്താണ് നമ്മൾ 5ാമത്തെ ഗിയർ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 6ാമത്തേൽ നിങ്ങൾക്കറിയാലോ, ഇല്ല ടോപ്പ് ഗിയറാണ്. അപ്പോൾ അന്നങ്ങത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 5ാമത്തെ ഗിയറിൽ അത്യാവശ്യം ടോർക്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ഗിയറിൽ കയറുമോ എന്നുള്ളത് നോക്കാം, എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മൾ 5ാമത്തെ ഗിയറിൽ കണ്ടില്ലേ, അനങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എത്രത്തോളം കയറും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതേ വണ്ടി ഇതിപ്പോൾ നിൽക്കും അങ്ങനത്തെ അവസ്ഥയിലാണ്. കയറുന്നില്ല കേട്ടോ, 20ൻ്റെ മുകളിൽ കയറുന്നില്ല. അപ്പോൾ അതാ വണ്ടി അവിടെ നിന്നു. കയറ്റത്തിൻ്റെ പകുതി അങ്ങോട്ട് കയറുന്ന ഒരു ഭാഗത്ത് വണ്ടി നിന്നു. ഓക്കെ, അങ്ങനെ നമ്മളിനി വണ്ടി ബാക്കോട്ട് ഇറക്കുകയാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് 4ാമത്തെ ഗിയറാണ്. അപ്പോൾ 4ാമത്തെ ഗിയറിൽ ഒരു പകുതി കയറേണ്ടതല്ലേ, അതിനെക്കാട്ടും കുറച്ച് കയറേണ്ടതല്ലേ, നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മാത്രം ഒറ്റ തവണ എടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ഒരു കണ്ടൻറ്റ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങോട്ട് ഇട്ടതാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മളിത് 4ാമത്തെ ഗിയറിലിട്ടുണ്ട്. 4ാമത്തെ ഗിയറിൽ കയറി നോക്കുകയാണെങ്കിൽ ആ ഒരു 5th ഗിയറിൻ്റെ ഒരു പതുക്കെ അനങ്ങി പോക്കൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം കയറുന്നുണ്ട് വണ്ടി. കണ്ടോ, 20ൻ്റെ മുകളിലെത്തി വണ്ടി. കയറുക നോക്കുകയാണെങ്കിൽ വണ്ടി പകുതിയുടെ മുകളിലെത്തി 4ാമത്തെ ഗിയർ. ഒന്നാമത് വളരെ സ്ലോ ആവണതിൻ്റെ മെയിൻ കാരണം എന്താ, ഇവിടെ കണ്ടില്ല ഒരു കയറ്റാണ്. അപ്പോൾ ഒരു കയറ്റത്ത് നമ്മുടെ അടി തട്ടണോണ്ട് വണ്ടി നന്നായിട്ട് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് കാരണം. അതുകൊണ്ടാണ് മെയിൻ ഒരു കാര്യമായിട്ട് വരി കുറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കയറേണ്ടതായിരിക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് ഗിയർ നമ്മുടെ മൂന്നാമത്തെ ഗിയർ കാണുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതാ 3ാമത്തെ ഗിയറിൽ വണ്ടി എടുത്തു. അപ്പോൾ അതേ വണ്ടി ഇതൊക്കെ കയറി. 3ാമത്തെ ഗിയറിൽ നമുക്കറിയാലോ വലിക്കും വണ്ടി. അപ്പോൾ 3ാമത്തെ ഗിയറിൽ കയറുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കയറി വണ്ടി സ്ലോ ആവുകയാണല്ലോ. വണ്ടി അവിടെ നിന്നു. കുറച്ചും കൂടി കയറിയിരുന്നെങ്കിൽ, എനിക്ക് നേരത്തെ പറഞ്ഞില്ല, ആ ഒരു അടിയിൽ തട്ടുന്ന ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ കയറേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള വണ്ടി വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ജെറ്റ് ബസ്സായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു വീഡിയോ. നമ്മൾ ഇപ്പോൾ ഗിയറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ 6ാമത്തെ ഗിയർ എന്താ ഇടത്തുന്നുള്ളത് മനസ്സിലായില്ലേ, കാരണം അതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.